അമ്മ കുറച്ചൊക്കെ പരിഷ്കാരമുള്ള കൂട്ടത്തിലാണ്, ബ്ലൗസൊക്കെ ഇടും. അപ്പോൾ പുന്നത്തൂർ കോവിലകത്ത് 4:30 ഇരുന്ന് ഊണ് കഴിക്കണമെങ്കിൽ ബ്ലൗസ് ഇടാൻ പാടില്ല എന്നൊക്കെ ഒരു ആചാരം ഉണ്ടായിരുന്നു. അമ്മ ബ്ലൗസ് ഇട്ടിട്ട് ഇരുന്നു. തമ്പുരാൻ ഈ കുട്ടി ആളുകൾ ഉണ്ടായിരിക്കുന്നിടത്ത് വന്ന് ഒന്ന് പരിശോധിച്ച് കുപ്പായ ഊരണം എന്ന് പറഞ്ഞു. അമ്മ അതിന് തയ്യാറായില്ല. കുപ്പായ ഊരില്ല എന്ന് അമ്മ. അങ്ങനെ ഊണ് കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അമ്മ. തമ്പുരാൻ്റെ കോവിലകത്ത് നിന്ന് ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോരുക എന്നുള്ളത് ഒരു കവിഞ്ഞ ധിക്കാരാണ് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ധിക്കരിച്ചിറങ്ങിപ്പോകുന്നത് അത് ആ നാട്ടിൽ അതൊരു വാർത്തയായി. അത് അച്ഛൻ കേട്ടു. അപ്പം അച്ഛൻ ഈ തമ്പുരാനോട് വ്യവഹാരം നടത്തിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ തമ്പുരാനായിട്ട് കുറച്ച് വിരോധത്തിൽ അച്ഛൻ സ്ഥലത്തെ പ്രധാന ജീവിമാരിൽ ഒരാളായിരുന്നു. അച്ഛനും ധനികനുമായിരുന്നു. അപ്പം അച്ഛൻ ഈ തമ്പുരാനോടുള്ള വിരോധം കൊണ്ട് അച്ഛന് ഇങ്ങനൊരു പെൺകുട്ടി ധിക്കരിച്ചത് കേട്ടിട്ട് ഒരു വലിയ ആദരം തോന്നി എന്നാണ് വേണം വിചാരിക്കാൻ. അച്ഛന് പിന്നെ ആ കുട്ടിയെ വിവാഹം കഴിച്ചേ കഴിയുമെന്നൊരു നിർബന്ധം. പക്ഷേ വയസ്സിൻ്റെ വ്യത്യാസം ആലോചിച്ചാൽ എൻ്റെ അമ്മയുടെ അച്ഛനേക്കാൾ കുറച്ച് മാസത്തിന് മൂപ്പാണ് അച്ഛൻ, അമ്മയുടെ അച്ഛനേക്കാൾ. അപ്പോൾ അമ്മയുടെ അച്ഛന് അത് അത്ര സമ്മതമൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛന് അച്ഛൻ ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയേ ഇരിക്കുള്ളൂ.